ഹലോ ഗായ്സ്, അൽക്കിൽക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വാനില കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയ്ക്ക് പോവാം. നമുക്കിനി കേക്കിൻ്റെ ബേസ് റെഡിയാക്കാം. ഒരു ഗ്ലാസ് മൈദയാണ്, ചലിച്ചെടുക്കണം. അതിലോട്ട് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. പിന്നെ കളർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, റെഡ് കളറ്. പിന്നെ പാൽപ്പൊടിയും ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്തിയാൽ മതി. ഒരു സ്പൂണ് 2 സ്പൂൺ ഇടാം. നമ്മൾ കേക്കിൻ്റെ ബേസ് മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിനി മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. 3/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ജാറിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് ഓയിൽ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. വീണ്ടും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബേസ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ചായ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ വൈറ്റ് പേപ്പറിൽ എല്ലാവരും നെയ്യാക്കി ഒന്ന് സെറ്റാക്കണം. റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സ്റ്റൗവിൽ പാത്രം 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചായപാത്രം അതിലോട്ട് മെല്ലെ വയ്ക്കാം. അടച്ച് വെച്ച് 40 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് റെഡിയാകും നോക്കാം. സ്റ്റൗവ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി സ്റ്റൗ ഓഫാക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്